അദ്ദേഹമായിരുന്നു എൻ്റെ ശരിക്കും ആദ്യത്തെ ഒരു മോട്ടിവേറ്റർ. പിന്നെ എൻ്റെ നാട്ടുമ്പുറത്ത് മതിലകത്തുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. ആസ്പിൻ അഷ്റഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്. അദ്ദേഹമാണ് എന്നെ കലയൊക്കെ ആയിട്ട് ഇങ്ങനെ അടുപ്പിക്കുന്നത്. അപ്പോൾ മറ്റു രീതിയിലുള്ളൊരു പാരമ്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫാദറിൻ്റെ വീട് മതിലമാണെങ്കിലും എറിയാടാണ് എൻ്റെ കുടുംബ വീട്. കൊടുങ്ങല്ലൂർ തന്നെ എറിയാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പടിയത്ത് ഫാമിലിയിലാണ് എൻ്റെ മദറുള്ളത്. അപ്പോൾ അവിടെ കുറേ കലാകാരന്മാരുണ്ട്, പല രീതിയിലും സാംസ്കാരിക രംഗത്തുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ബഹദൂർ ഞങ്ങളുടെ ഒരു ബന്ധുവാണ്, പിന്നെ മൊയ്തു പടിയത്ത് എൻ്റെ അമ്മാവനാണ്, പിന്നെ മറ്റമ്മാവന്മാരൊക്കെ തന്നെ സാംസ്കാരികമായിട്ടും കലാപരമായിട്ടും രാഷ്ട്രീയമായിട്ടൊക്കെ തന്നെ ബന്ധമുള്ള ഒരാൾക്കാരായിരുന്നു. എന്നെ സിനിമയിലേക്ക് കൊണ്ടുവന്നത് മറ്റൊരു അമ്മാവനാണ്, അഷ്റഫ് പടിയത്ത് എന്ന് പറഞ്ഞിട്ട് അഡ്വക്കേറ്റായിരുന്നു. പടിയൻ എന്നാണ് പുള്ളി പൊതുവെ അറിയപ്പെടുന്നത്. പുള്ളി സിനിമാ രംഗത്തുള്ള ആ കാലത്തെ ബുദ്ധിജീവികളായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കേട്ട് നല്ല സൗഹൃദം ഉണ്ടായിരുന്നു. ജോൺ അബ്രഹാം, പവിത്രൻ, അങ്ങനെ കുറേ പേര്, ചിന്താരവി, അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു സിനിമ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി. അങ്ങനെ അദ്ദേഹം ഓഫ് ബീറ്റ് ഫിലിമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എഴുതിയൊരു കഥ അദ്ദേഹത്തിനോട് പറയുകയും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാനെൻ്റെ കോളേജ് ജീവിതം കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ തിരക്കഥയായിട്ട് ഞാനും പടിയനും കൂടി ഇരിക്കുന്നു. അങ്ങനെയാണ് ആദ്യത്തെ ചലച്ചിത്ര മേഖലയിലേക്കുള്ള ഒരു എൻട്രി ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ മദ്രാസിൽ ചെന്ന് ബഹദൂറിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി തന്നെയാണ് ഞാൻ സിനിമ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു സാധാരണ ശരാശരി മതിലകത്തുകാരനായിട്ട് ജനിച്ച ഞാൻ, എനിക്ക് ഇങ്ങനെ ചില ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിരുന്നു സിനിമയിലേക്ക് വരാനായിട്ട്.